അകാരണമായി 3 ജുമഅകൾ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കേണ്ട പാഠമാണ് 3 ജുമാ കാരണമായി ഒഴിവാക്കിയാൽ, കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല, കച്ചവടമുണ്ട് നല്ല സമയമാണ് സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, കാരണമില്ലാതെ പരിശുദ്ധമായ ജുമഅയ്ക്ക് മുടക്കം വരുത്താനുള്ള കാരണമില്ലാതെ ജുമഅ ഒഴിവാക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, കുഫരിയത്തിന്റെ സീല് അല്ലാഹു പതിപ്പിക്കുമേ ഹൃദയത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയെത്ര കച്ചവടക്കാരാണ് ജുമഅയെ നഷ്ടപ്പെടുത്തുന്നവരില്ലേ, ജമാഅത്ത് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ. നഊദു ബില്ലാഹ്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സഹോദര, പഠിച്ചു വെക്കണേ സഹോദര. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞുവിടൽ നിർബന്ധമാ. ഭർത്താവിനെയും വാപ്പയെയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞുവിടൽ ശ്രദ്ധിക്കണേ. കാരണം ജമാഅത്ത് നിസ്സാരമല്ല, നിസ്സാരമല്ല. ജമാഅത്തായി നിസ്കാരം നിസ്സാരമല്ല. ഇതാ ഒരു ചരിത്രം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാത്തതിനി സ്വലാത്തുൻ സ്വലാത്തുൽ ഇശാഇ മഅൽ ജമാഅ. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ്. ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ബില്ലിയാഫ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം. ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി. അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകുകയാ. ഫദഹബതു ഇലൽ മസ്ജിദി ഫൈദൻ ഹുല്ഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറ. ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്ക് ഒരു ഖാസായ പ്രത്യേകമായും എനിക്കൊരു അമൽ തങ്ങൾ പറഞ്ഞു തരണം. മരുമകനാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണ് എങ്കിൽ ആ അറിവിൻ്റെതാകുന്ന കവാടം, അതിലേക്കുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പം നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയർ എന്ന് പറഞ്ഞു. നിസ്സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെ സൂചിക്കുകയാണ്. അങ്ങനത്തെ അലിയാർ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് ഇജാസത്ത് വാങ്ങാൻ, അനുവാദം വാങ്ങാൻ ഒരു ദിക്ർ അവിടെ നിന്ന് തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അധികരിപ്പിക്കണേ അലിയെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന് നൽകിയത്. ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്തയുടെ സമുന്നതരാകുന്ന സാദാത്യങ്ങളും മുൻ കാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീദന്മാർക്ക് നൽകിയതും ഇതേ ദിക്ർ തന്നെയാണ്. ഇതന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും, ഉറപ്പാണ്. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകീയ മോചനം ഇതാഖത്തു സുഗ്റ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലേ? 3, 7, 11 നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിൽ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം. ഇത് നാളേക്ക് വേണ്ടി. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ 10 പേര് വന്ന് നമ്മൾ ദിക്ർ ചെല്ലുന്നതിനപ്പുറം ഇഖ്ലാസോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം. 70,000 ചൊല്ലി മതിയാക്കാനല്ല, അതിനേക്കാൾ ഏറെ ചെല്ലണം. ചുരുങ്ങിയത് അതെങ്കിലും ചൊല്ലി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഇതാഖത്തുൽ കുബ്റ,
ഖബർ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ള വിഭാഗം ആര്? താബീയങ്ങൾ. അവരുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ, അവരോട് ചേർന്ന് ജീവിച്ച അഹ്ലുകാർ. അതിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇശാ നമസ്കാരത്തിൻ്റെ അവ്വൽ വഖത്തല്ല, ഇശാ നമസ്കാരത്തിൻ്റെ ആദ്യ ജമാഅത്ത്. നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടല്ലോ, മുമ്പ് അങ്ങനെയൊന്നുമില്ല. ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്ത് കൊടുക്കുക, ഫർള് നിസ്കരിക്കുക. നമ്മളിപ്പോൾ സൗകര്യാർത്ഥം വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ത്? ബാങ്ക് വിളിക്കുന്നു, സുബഹിക്കാണെങ്കിൽ അരമണിക്കൂർ, ആചാര്യ പല്ല് വെച്ച് കുളിച്ച് വരട്ടെ എന്ന് കരുതി അരമണിക്കൂർ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇഖാമത്തിന് ശബ്ദം കേൾക്കുമ്പോഴാണ് പതുക്കെ ബ്രഷ് എടുക്കുന്നത് ചിലർ. അതുപോലെ ലുഹറും അസറും മറ്റു വക്കത്തുകൾക്ക് മഗ്രിബ് മാത്രം വേഗം നിസ്കരിക്കും അല്ലേ. ഇശാ ഈ ബാക്കിയുള്ള 3 വക്കത്തുകൾക്കൊക്കെ ഒരു 15 മിനിറ്റ്, അങ്ങനെയല്ലേ ഇവിടെ? അതെ. എന്തിനാണ് അങ്ങനെ? ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം കൊടുക്കാൻ. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു മുൻകാമുഖം. എങ്ങനെയാണ്? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തും. പള്ളിയിലെത്തിയതിന് ശേഷം ബാങ്ക് വിളിക്കപ്പെടുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കപ്പെടുന്നു, ഫർള് നിസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ശൈലി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അതിഥികൾ വന്നതിൻ്റെ പേരിലാണ് എനിക്ക് നിസ്കാരം ഫൗത്തായി പോയത്. അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ വഖത്ത് ജമാഅത്ത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചിരുന്നില്ല. ആദ്യത്തേതും അവസാനത്തേതുമായ ഒരൊറ്റ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിഥികളുണ്ടായിരുന്നു, അവരെ സൽക്കരിച്ചിരുന്നതാണ്. ബാങ്ക് വിളിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, പള്ളിയിൽ ജമാഅത്ത് നിർവഹിച്ചു. ഞാൻ വേഗം തന്നെ ഇവിടുന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് വേഗം അവരെ പറഞ്ഞെല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ട് പോയി. ഇത് സുന്നത്തായ ഒരു അമലാണല്ലോ. മുത്തുനബിയുടെ ഒരു അമൽപ്പെട്ടതാണിത്, അതിഥി സൽക്കാരം. വലിയ കൂലി കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നേരെ പള്ളിയിലേക്ക് തന്നെ പോവാണ്. അത് തന്നെ ചിന്തിക്കണം. ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞ് സാധാരണ പള്ളിയിൽ ഇപ്പോൾ പള്ളി ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയം അറിയാമല്ലോ, എന്നാൽ ഇനി പള്ളി പോകണ്ട, എവിടെ നിസ്കരിക്കാം, നമ്മളങ്ങനെ ചെയ്യല്. അപ്പോഴും അദ്ദേഹം അങ്ങനെയല്ല, പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം വേറെയാണ്. അതുകൊണ്ട് ഫദഹബതു ഇലൽ മസ്ജിദി ഫഇദൻ ഉൽഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറ, പട്ടണത്തിലുള്ള എല്ലാ പള്ളിയും പൂട്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പള്ളിയിലും പോയെന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ് ഞാനീ പറയുന്നത്. ഞാൻ എല്ലാ പള്ളികളിലും പോയി നോക്കി, അതൊക്കെ അടച്ചിട്ടുണ്ട്. പല പള്ളികളിലും പോയി നോക്കി. അപ്പം ഇനി രക്ഷയില്ല. ഫറജഅതു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അദ്ദേഹം പറയാൻ, ശരിക്കും ശ്രദ്ധിക്കണേ, എന്തിനാ പോകുന്നത്? ജമാഅത്തായി നിസ്കരിക്കാൻ പോയാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, പള്ളി അടച്ച് പൂട്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഫറജഅതു ഇലാ ബൈതി, ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഫതവല്ലഉതു അഹ്സനൽ വുളൂഇ, നല്ല വൃത്തിയായി കൃത്യമായി ഞാൻ വുളൂ ചെയ്തു. ഫഖുംതു ഇലൽ മുസല്ലാ, ഖിബല നിർണയിച്ച് നിസ്കരിക്കാൻ മുസല്ല വിരിച്ച് ഞാൻ നിസ്കരിക്കാൻ നിന്നു. ഫദകർതു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ആ പ്രവാചകർ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓർത്തുപോയി, അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൻ ബിസബഇ ദറജ, അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൻ ബിഇശ്രീന ദറജ. തീർച്ചയായും ജമാഅത്തായ നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ. എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. റസൂലുള്ളാഹിയുടെ വാക്കാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കണമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുസല്ല വിരിച്ച് നിന്നിട്ട് നിസ്കരിച്ചു. എത്രയാണെന്നറിയോ?
അദ്ദേഹം തന്നെ പറയാൻ ഫസല്ലൈതുൽ ഇശാ 27 മറ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ 4 റക്അത്തുള്ള ഇശാ നമസ്കാരം ഞാൻ 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു എന്ന് ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു. 4 റക്അത്തുള്ള ഇശാ നമസ്കാരം 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കാൻ എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ നിസ്കരിച്ചു. അപ്പൊ എത്ര റക്അത്തായി? 27 ഗുണം 4 എത്രയായി? 108 റക്അത്തായി. എത്ര റക്അത്തായി? തറാവീഹ് 20 നിസ്കരിക്കാൻ വയ്യാത്ത കൗമിനോടാണ് ഇപ്പൊ ഇത് പറയുന്നത്. അതെവിടെയെങ്കിലും ഹിഫ്ളുൽ ഉസ്താദ് ഉണ്ട്, അവിടെ ഖുർആൻ ഒരു ജുസ് തീർക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ താമസിക്കുന്നവൻ സ്കൂട്ടർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അപ്പർ ലൈനിൽ എവിടെ പോയി കരിക്കും? പുത്തനങ്ങാടിയിൽ വല്ല ആരെങ്കിലും അലന്തര മുതൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൂടും. അത് തന്നെ 4 റക്അത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ തൊണ്ടയൊക്കെ അനക്കി ഒന്ന് തുപ്പി ഒതുവെടുത്ത് അകത്ത് വന്നിട്ട് നിൽക്കരിക്കുമ്പോൾ 8ാമത്തെ റക്അത്തായി. പിന്നെ ഒരു 4 റക്അത്തും കഴിഞ്ഞ് 12 ആകുമ്പോൾ വീണ്ടും ഒരു തുപ്പാൻ പോക്കുണ്ട് വെളിയിലോട്ട്. ആ പോക്കും കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ഒതുവെടുത്ത് പിന്നെ കയറി വരുമ്പോൾ വിത്തറായി. അല്ലാ, ആ 3 റക്അത്തോടെ കഴിഞ്ഞ് കാല് നീട്ടി ഒരു ഇരിപ്പുണ്ട്, ഏറ്റവും വലിയ നിസ്കാരം കഴിഞ്ഞ മാതിരി. അങ്ങനത്തെ കൗമാണിപ്പോൾ ഇത്. അങ്ങനത്തെ ആളുകളോടാണ് എന്ത് പറയുന്നത്? 108 നിസ്കരിച്ച വെറുതെ കഥ പറയാൻ പോകുന്നത്. ഏത് നിസ്കാരം? തറാവിയല്ല. ജീവിതത്തിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ 4 റക്അത്ത് ഇശാ നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ അത് എത്ര ഇരട്ടി പ്രതിഫലമാണ്? 108 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ നേട്ടമാണ് നിനക്ക് ആ 4 റക്അത്ത് ജമാഅത്തിൽ കിട്ടുന്നത്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആയുസ് വളരെ കുറവാണ്. 60-70 വയസ്സേ ഉള്ളൂ ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ്. മുൻഗാമികൾ ചെയ്ത 1000 വർഷവും 2000 വർഷമൊക്കെ ജീവിച്ച് അമൽ ചെയ്ത ആളുകളോടൊപ്പം നമ്മുടേതാകുന്ന അമലുകൾ എത്തണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്ത് മുടക്കരുത്. പുരുഷന്മാർ ശ്രദ്ധിച്ചോ, സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അകത്തിലെങ്ങനെ തന്നെ അവ്വൽ വഖത്ത് നമസ്കരിച്ചാൽ ഇതിലേറെ പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാർ ശ്രദ്ധിക്കണേ, ജമാഅത്ത് മുടക്കരുത്. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാം, 108 റക്അത്ത് ഞാൻ നിസ്കരിച്ചു, അഥവാ 27 തവണ ഇശാ ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് മനസ്സിലാക്കേണ്ടത്. കേട്ടോ, ثم نمت في المصلى, പിന്നെ ഞാൻ നിസ്കരിക്കുന്ന മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഫറഅയ്തു ഫിൽ മനാം, ഞാൻ ഉറക്കിൽ തന്നെ സ്വപ്നം കാണുകയാണ്, കിനാവ് കാണുകയാണ്. അതാ കഅന്നി അലാ ഫറസിൻ മഅ ഖൗമിൻ അലാ അഫറാസ്, ഞാനൊരു കുതിരയുടെ പുറത്ത് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ജനങ്ങളുണ്ട്, അവരുടെ കൈവശം കുതിരയുമുണ്ട്. ഞങ്ങളെല്ലാവരും നസ്തബിഖൂ, മത്സരമാണ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ എന്നെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് അതിശക്തിയായി ചലിപ്പിച്ചു. എന്റെ കൂടെയുള്ളവരും എന്നോടൊപ്പം തന്നെ യാത്രയാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. എന്റെ കൂടെയുള്ളതായ ആളുകൾ അവരുടെ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോയാണ്. ഇതാ സ്വർഗത്തിലേക്ക് അവർ അടുക്കാറായി. ഒരുപാട് പിന്നിലാണ് ഞാനുള്ളത്. ഞാൻ വല്ലാതെ ശക്തിയായി എന്റെ കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു നോക്കി. ഫമാ അൽഹഖഹും, അവരോടൊപ്പം ചെന്നു ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് ഞാൻ എത്താറായി, പക്ഷെ അവരെക്കാൾ ഒരുപാട് പിന്നിലാണ്. ഫൽതഫത ഇലയ്യ വാഹിദും മിൻഹും, അവരിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, യാ ഉമൈർ ഇന്നക ലാ തസ്തതിഉ അൻ നൽഹഖ ബിനാ,
അല്ലയോ ഉമൈറേ, ഉമൈറേ, നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ പറ്റുകയില്ല, ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിക്കുകയില്ല. ഞാൻ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ബിമാ, എന്ത് കാരണത്താലാണ്, എന്തുകൊണ്ടാണ്? എന്റെ കയ്യിൽ കുതിരയുണ്ട്, എന്റെ കയ്യിൽ കടിഞ്ഞാനുണ്ട്. ഞാൻ വീണ്ടും ശക്തിയായി ചലിപ്പിച്ചു നോക്കി. പക്ഷേ ഫമാ അൽഹഖും, അവരോടൊപ്പം ചെന്ന് ചേരാൻ എനിക്ക് സാധിച്ചില്ല. അവരതാ അതിശക്തിയായി ചലിപ്പിച്ച് സ്വർഗത്തിന്റെ കവാടത്തിനുള്ളിലേക്ക് കടന്നുപോയി. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി അവ്വൽ വഖത്തിൽ നമസ്കരിച്ചവരാ, നീ അവ്വൽ വഖത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ജമാഅത്ത് ഇല്ലാതെ നിസ്കരിച്ചവനാണ്. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാഅത്തായ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഞങ്ങൾക്ക് ഇതാ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമായി പോയി. നീ ഞങ്ങളിൽ നിന്ന് പിന്തിപ്പോകാനുള്ള കാരണം നീ ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവനാണ്. 27 തവണ ആവർത്തിച്ച് നമസ്കരിച്ചാലും ഞങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കുകയില്ല. ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, നീ ജമാഅത്തായി നിസ്കരിച്ചില്ല, നീ ഒറ്റയ്ക്ക് 27 തവണ ആവർത്തിച്ചു. അതുകൊണ്ടൊന്നും ബലമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദറജ ഞങ്ങളോടൊപ്പം എത്താൻ പറ്റൂല എന്ന് ചിന്തിക്കണം. ഉമൈർ ബിൻ ഖവാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫബകൈതു ബുകാഅൻ ശദീദ, ഞാൻ ശക്തിയായി കരഞ്ഞുപോയി. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് കിടക്കുന്നുണ്ട്, പക്ഷേ എന്നോടൊപ്പമുള്ള ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളോടൊപ്പം എനിക്ക് കിടക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരൊറ്റ വഖത്തിന്റെ ജമാഅത്ത് മുടങ്ങിയതിന്റെ കാര്യം പറയുന്നത്. അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിച്ചു അദ്ദേഹം. എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു. എങ്ങനെയെങ്കിലും ആ കൂലി കിട്ടാൻ. പക്ഷെ ആ കൂലി എത്തുന്നില്ല. അതാണ് ജമാഅത്തായ നിസ്കാരത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരതല്ല. അത്തിപ്പറ്റ ഉസ്താദിനെ മറ്റുള്ള ഔലിയാക്കളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നതും അത് തന്നെയല്ലയോ. ഒരൊറ്റ നമസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തവരാണ്, പല രാജ്യങ്ങളും സന്ദർശിച്ചവരാണ്. പക്ഷെ ഒരൊറ്റ വഖത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ ഖളാ ആയിട്ടില്ല. ശ്രദ്ധാലുവാണ്. മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ പോയിട്ട് സുബൈയാകാറായി കാരം വെച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും. നമ്മൾ അവരുടേതാകുന്ന സഞ്ചാര പാതകൾ നമ്മളും പിന്തുടരണ്ടേ? അവരെങ്ങനെയായിരുന്നു അവരുടെ ജീവിത ചരിത്രം, അവരിലുള്ള നന്മകൾ നമ്മൾ സംശീകരിച്ചെടുക്കണ്ടേ? എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ആദ്യ വഖത്തിൽ സ്ത്രീകൾ നമസ്കരിക്കണം. സ്ത്രീകൾ, പുരുഷന്മാരും അങ്ങനെ തന്നെ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുക, അതിനാണ് ശ്രേഷ്ഠത. പല സഹോദരിമാരും ളുഹർ നിസ്കരിക്കുന്നത് എപ്പോഴാ? അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. ഒരു 3 മണിയാകുമ്പോൾ പതുക്കെ കുളിച്ച് റെഡിയായി റാഹത്തായിട്ട് വെക്കുക വരും. മുസല്ല വിരിച്ച് ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് എന്ത് വിളിച്ചിരിക്കണം? എന്ത് വിളിക്കണം? അസർ വിളിക്കണം. ഇല്ലെങ്കിൽ മോദിനെ മാറ്റാനാണ് പറയുന്നത്. ഭർത്താവിനോട് പറയും നമ്മളും സപ്പോർട്ട് ചെയ്യുക, മുമ്പരെ മാറ്റിയേക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ അസർ. പിന്നെ അസർ വേഗം നിസ്കരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹ്. പിന്നെ അവർ ഇറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും നഫീസത്തിൽ മിസിരി വരുന്ന പോലെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പോലെ ഇരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരൊറ്റ വഖത്ത് കറക്റ്റല്ല. തോന്നുമ്പോൾ നിസ്കരിക്കണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ഓലിയൊക്കെ കഴിഞ്ഞിട്ട് ചിലർ ളുഹർ നിസ്കരിക്കുന്നത്, സുബൈ നിസ്കരിക്കുന്നത് ളുഹറിൻ്റെ കൂടെ, ളുഹർ നിസ്കരിക്കുന്നത് അസറിൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ വരാൻ പാടില്ല. ബാങ്ക് വിളിച്ച ശുദ്ധിയുണ്ട്, വേഗം തന്നെ അവ്വൽ വഖത്തിൽ ആ നമസ്കാരം നിർവഹിച്ചിരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താ? അതാ കേട്ട ഒരു ഹദീസ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فيدعو
ലഹു ഇൻദല്ലാഹി സുബ്ഹാനാ ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരം അവ്വൽ വഖത്തിൽ നീ നിർവഹിച്ചാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആ നമസ്കാരം തന്നെ ഓട്ടോമാറ്റിക്കായി കയറുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് നിന്റെ നമസ്കാരം ചെന്ന് നിൽക്കുകയാണ്. ഒരു മലക്കും അത് കൊണ്ടുപോകണ്ട, നേരെ ഉയർത്തി കൊണ്ടുപോയാണ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് നമസ്കാരം ചെന്ന് ചേരുകയാ. നിസ്കാരത്തിൽ നിന്ന് നീ സലാം വീട്ടിയാലുടനെ നീ ബാങ്ക് വിളിച്ച അവ്വല് വഖത്തിൽ ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചവനാണോ? ബാങ്ക് വിളിച്ചപ്പോൾ അവ്വല് വഖത്തിൽ തന്നെ wudu എടുത്തുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിച്ചവളാണോ? നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലുടനെ ആകാശ ലോകത്തേക്ക് നമസ്കാരം ഉയർത്തപ്പെടുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ അർശിന്റെ സവിധത്തിലെത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ വീടുകളിൽ, നിന്റെ സ്ഥാപനങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ വാഹനങ്ങളിൽ, നിന്റെ യാത്രയിൽ, നിന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലെല്ലാം അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായികതു ആമീൻ. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ തിരുഹളറത്തിൽ വെച്ച് മലക്കുകൾ അതിന് ആമീൻ പറയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അകാരണമായി 3 ജുമഅകൾ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീൽ വെക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കേണ്ട പാഠമാണ്. 3 ജുമഅ കാരണമായി ഒഴിവാക്കിയാൽ, കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല, കച്ചവടമുണ്ട്, നല്ല സമയമാണ്, സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, കാരണമില്ലാതെ പരിശുദ്ധമായ ജുമഅയ്ക്ക് മുടക്കം വരുത്താനുള്ള കാരണമില്ലാതെ ജുമഅ ഒഴിവാക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, കുഫരിയത്തിന്റെ സീല് അല്ലാഹു പതിപ്പിക്കുമേ ഹൃദയത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയെത്ര കച്ചവടക്കാരാണ് ജുമഅയെ നഷ്ടപ്പെടുത്തുന്നവരില്ലേ, ജമാഅത്ത് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ. നഊദു ബില്ലാഹ്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സഹോദര, പഠിച്ചു വെക്കണേ സഹോദര. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞുവിടൽ നിർബന്ധമാ. ഭർത്താവിനെയും വാപ്പയെയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞുവിടൽ ശ്രദ്ധിക്കണേ. കാരണം ജമാഅത്ത് നിസ്സാരമല്ല. ജമാഅത്തായി നിസ്കാരം നിസ്സാരമല്ല. ഇതാ ഒരു ചരിത്രം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാത്തതിനി സ്വലാത്തുൻ സ്വലാത്തുൽ ഇശാഇ മഅൽ ജമാഅ. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ്. ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം.
ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി. അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകുകയാ. ഫദഹബതു ഇലൽ മസ്ജിദി ഫൈദൻ ഹുല്ഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറാ. ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്ക് ഒരു ഖാസായ പ്രത്യേകമായും എനിക്കൊരു അമൽ തങ്ങൾ പറഞ്ഞു തരണം. മരുമകനാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണ് എങ്കിൽ ആ അറിവിൻ്റെതാകുന്ന കവാടം, അതിലേക്കുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പം നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയറിൽ നിന്ന് പറഞ്ഞു. നിസ്സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെ സൂചിക്കുകയാണ്. അങ്ങനത്തെ അലിയാർ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് ഇജാസത്ത് വാങ്ങാൻ, അനുവാദം വാങ്ങാൻ ഒരു ദിക്ർ അവിടെ നിന്ന് തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അധികരിപ്പിക്കണേ അലിയെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയത്. ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്തയുടെ സമുന്നതരാകുന്ന സാദാത്യങ്ങളും മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീദന്മാർക്ക് നൽകിയതും ഇതേ ദിക്ർ തന്നെയാണ്. തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും, ഉറപ്പാണ്. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകീയ മോചനം ഇതാഖത്തു സുഗ്റ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, അല്ലേ? 3, 7, 11 നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിൽ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം. ഇത് നാളേക്ക് വേണ്ടി. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ 10 പേര് വന്ന് നമ്മൾ ദിക്ർ ചെല്ലുന്നതിനപ്പുറം ഇഖ്ലാസോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം. 70,000 ചൊല്ലി മതിയാക്കാനല്ല, അതിനേക്കാൾ ഏറെ ചെല്ലണം. ചുരുങ്ങിയത് അതെങ്കിലും ചൊല്ലി വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.